الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നാം വായിച്ചുകൊണ്ടിരിക്കുന്ന റിസാല ഇബ്നു ഖുദാമ അൽ മഖ്ദിസി റഹിമഹുള്ളയുടെ വസിയ്യത്ത്. അതിൻ്റെ തുടർച്ചയിൽ ഇബ്നു ഖുദാമ റഹിമഹുള്ള പറയുന്നു, വഅലം യാ അഖി, എൻ്റെ സഹോദര, നീ മനസ്സിലാക്കണം, അന്നൽ ഖത്റൽ അദീം വൽഖുതബൽ ജലീൽ, വളരെ ഗൗരവമേറിയിട്ടുള്ള ഒരു ചിന്തയും പ്രധാനപ്പെട്ട മഹത്തരമായിട്ടുള്ളൊരു സംസാരവും, വഅന്നനാ ഖദ് ഉരിദ്നാ ലിഅംരിൻ ലാ തഖൂമു ലഹുൽ ജിബാലു ശവാമിഖ് വലൽ അർളുൽ അരീദ വലസ് സമാഉർ റഫീഅ വലൽ ബിഹാറുൽ വാസിഅ. തീർച്ചയായും നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, അത് ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളോ വിശാലമായ പരന്നു കിടക്കുന്ന ഭൂമിയോ ഉയർന്നു നിൽക്കുന്ന ആകാശമോ വളരെ വിശാലതയുള്ള കടലോ സ്വീകരിക്കാത്ത ഒന്നാണ്. വഹമൽനാ അംറൻ അഷ്ഫഖത് മിൻ ഹംലിഹി അസ്സമാവാതു വൽ അർള് വൽ ജിബാൽ. ഭൂമിയും ആകാശങ്ങളും പർവ്വതങ്ങളും സ്വീകരിക്കാൻ ഭയപ്പെട്ട ഒരു കാര്യം സ്വീകരിച്ചവരാണ് നാം ഓരോരുത്തരും. അതായത് സൂറത്തുൽ അഹ്സാബിലെ 72-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള അമാനത്ത്, അള്ളാഹു ഈ തക്ലീഫിന്റെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചും വിരോധനങ്ങൾ ഒഴിവാക്കിയിട്ടും അതുപോലെ അള്ളാഹുവിന്റെ പ്രതിഫലം നേടാൻ വേണ്ടി പരിശ്രമിക്കുമെന്നുള്ള ഈ അമാനത്ത്, ഇത് ആകാശങ്ങളോടും ഭൂമിയോടും പർവ്വതങ്ങളോടുമെല്ലാം അവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചപ്പോൾ അവരെന്ത് ചെയ്തിട്ടില്ല? അത് സ്വീകരിച്ചിട്ടില്ല. കാരണം എന്താണ്? അവർക്ക് ഭയമായിരുന്നു, ഇത് ഞങ്ങളെ കൊണ്ട് കഴിയില്ല എന്നുള്ള ഭയം. പക്ഷേ അല്ലാഹു തആല പറഞ്ഞു, ഫഅബൈന അൻ യഹ്മിൽനഹാ വഅഷ്ഫഖ്ന മിൻഹാ. അവരൊക്കെ ഇത് സ്വീകരിക്കാൻ വിസമ്മതിച്ചു, ഭയപ്പെട്ടു, അത് നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള ഭയമുണ്ടായി. വഹമലഹൽ ഇൻസാൻ, പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്തു? അത് സ്വീകരിച്ചു. ഇന്നഹു കാന ളൂമൻ ജഹൂല, മനുഷ്യൻ അക്രമിയും അതുപോലെ തന്നെ വിഡ്ഢിയുമാണ് എന്ന് അല്ലാഹു തആല മനുഷ്യന്റെ വിശേഷണമായി പറഞ്ഞിട്ടുണ്ട്. അഥവാ അള്ളാഹുവിനോടുള്ള ഈ ഒരു കരാർ, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചും വിരോധനങ്ങൾ ഒഴിവാക്കിയും ജീവിക്കും എന്നുള്ളത് ആകാശഭൂമികളും പർവ്വതങ്ങൾക്ക് പോലും ഭയപ്പെട്ടിരുന്ന ഒരു കാര്യമായിരുന്നു. അത് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് പറയാണ്, വഖുലിഖത് ലനാ അന്നാറു അല്ലതി ലാ മിസ്ല ലിഅദാബിഹാ. നമുക്ക് വേണ്ടിയാണ് നരകം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, അതുപോലെ ഒരു ശിക്ഷ വേറെയില്ല. വവഅദഹു അല്ലാഹു തആല അയ്യംലഅഹാ മിന്നാ വമിനൽ ജിൻ. നമുക്ക് വേണ്ടി ഉദ്ദേശിച്ച മനുഷ്യർക്ക് എന്ന അർത്ഥത്തിൽ അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, മനുഷ്യരിൽ നിന്നും അഥവാ നമ്മളിൽ നിന്നും ജിന്ന് വർഗത്തെ കൊണ്ടും അത് നിറക്കുക തന്നെ ചെയ്യുമെന്ന്. സൂറത്തു സജ്ദയിൽ അള്ളാഹു പറഞ്ഞു, ഫഖാല തആല ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. നാം നരകത്തെ നിറക്കുക തന്നെ ചെയ്യും, ജിന്ന് വർഗത്തെ കൊണ്ടും അതുപോലെ മനുഷ്യരെ കൊണ്ടും. അല്ലാഹു നരകത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. നാം ഭയപ്പെടേണ്ട, നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്നിട്ട് ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറയാണ്, വകൈഫ ഹാലു മൻ തുശ്അലു അന്നാറു ഫീ ജസദിഹി കുല്ലിഹി. എന്തായിരിക്കും ഒരുവന്റെ അവസ്ഥ? അവന്റെ ശരീരം മൊത്തം തീ പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ, കുല്ലമാ നളിജ ജിൽദുഹു ബുദ്ദില ജിൽദൻ ഗൈറഹു. അവന്റെ തൊലി ഓരോ തവണ വെന്തുരുകിപ്പോയാലും വീണ്ടും അവന് തൊലി നൽകപ്പെടുന്ന ഒരവസ്ഥ. യുസ്ഹബു ഫി ഹമീമിൻ, തിളച്ചു മറിയുന്ന വെള്ളത്തിലൂടെ അവനെ വലിച്ചഴിക്കും. ഖദിൻതഹ ഹർറുഹു അലാ ജസദിഹി വവജ്ഹിഹി. അവന്റെ ശരീരവും അവന്റെ മുഖവും അതിന്റെ ചൂട് കാരണത്താൽ കത്തിച്ചാമ്പലായി പോകും. വയുസബ്ബു മിൻ ഫൗഖി റഅസിഹി, അവന്റെ തലയിലൂടെ ആ തിളച്ച വെള്ളം ഒഴിക്കപ്പെടും. ഫയുസ്ഹറു ബിഹി മാ ഫീ ബത്നിഹി, അത് കുടിച്ചു കഴിഞ്ഞാൽ വയറ്റിലുള്ളത് പോലും കത്തി എരിഞ്ഞ് വെന്തുരുകി പോകുന്ന അവസ്ഥയായിരിക്കും. വയുൻതസഉ അൻഹു ജിൽദുഹു,
ആ ചൂട് കാരണത്താൽ അവന്റെ തൊലി അവന്റെ ശരീരത്തിൽ നിന്ന് വേറിട്ട് പോരും. ثم يسجر في نار تشعل في جسمه وجلده ووجهه, വീണ്ടും തീ ആളിക്കത്തും അവന്റെ ശരീരത്തിലും അവന്റെ മുഖത്തിലും അവന്റെ തൊലിയിലുമെല്ലാം. ثم لا غاية لعذابها, പിന്നീട് എന്തില്ല, ആ ശിക്ഷയ്ക്ക് ഒരു അവസാനമില്ല. നരകത്തിലെ ശിക്ഷയുടെ അവസ്ഥയാണത്. അത്രയും കഠിനമായ ശിക്ഷയായിരിക്കും. വലാ യുഫത്തറു അൻഹും, അതിൽ നിന്ന് ഒന്നും രക്ഷപ്പെടാൻ അവന് സാധിക്കില്ല. വലാ യർജൂന മിൻഹാ ഫർജൻ, ഒരു ചെറിയ ഇട പോലും അതിൽ നിന്ന് പ്രതീക്ഷിക്കാനും ഉണ്ടാവൂല. ഖാല അല്ലാഹു തആല, അല്ലാഹു പറഞ്ഞു, ഇന്നൽ മുജ്രിമീന ഫീ അദാബി ജഹന്നമ ഖാലിദൂൻ, തെമ്മാടികളായി അല്ലാഹുവിനെ അനുസരിക്കാതെ ജീവിച്ച ആളുകൾ നരകത്തിൽ ശാശ്വതമായി ശിക്ഷ അനുഭവിക്കുന്ന ആളുകളായിരിക്കും. ലാ യുഫത്തറു അൻഹും വഹും ഫീഹി മുബ്ലിസൂൻ, അതിൽ നിന്നൊരു രക്ഷ അവർക്ക് ഉണ്ടാവില്ല, അവരതിൽ ആശയറ്റവരായിക്കൊണ്ടായിരിക്കും. വമാ ളലംനാഹും വലാകിൻ കാനൂ ഹുമുദ് ളാലിമീൻ, അല്ലാഹു പറയാണ്, നാം അവരോട് ദുൽമ ചെയ്തിട്ടില്ല, അല്ലാഹു അവരോട് ദുൽമ ചെയ്തിട്ടില്ല, അവർ തന്നെയാണ് ദുൽമ ചെയ്തത്, അവരാണ് അക്രമം പ്രവർത്തിച്ചത്. വനാദൗ യാ മാലികു ലിയഖ്ദി അലൈനാ റബ്ബുക്, ആ നരകത്തിൽ കടന്ന് നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കിനെ വിളിച്ചുകൊണ്ട് അവർ പറയും, മാലിക്, ഒന്ന് അള്ളാഹിനോട് പറയണം, ഞങ്ങളുടെ മേലൊരു വിധി കൽപ്പിക്കാൻ, അഥവാ ഞങ്ങളെ ഒന്ന് മരിപ്പിക്കാൻ, ഇതൊന്ന് അവസാനിപ്പിക്കാൻ ഒന്ന് അള്ളാഹുവിനോട് പറയണമെന്ന് ആവശ്യപ്പെടും. ഖാല ഇന്നകും മാകിസൂൻ, മാലിക് പറയും, നിങ്ങൾ ഇവിടെ സ്ഥിരമായിട്ട്, ഒരു അവസാനമില്ലാതെ സ്ഥിരമായിട്ട് ഇവിടെ തങ്ങുന്നവരാണ് എന്ന് മാലിക് പറയുന്നതാണ്. അപ്പൊ നരകം എന്നുള്ളത് മനുഷ്യവർഗത്തിനോ നമ്മുടെ വർഗത്തിനും ജിന്ന് വർഗത്തിനും കൂടി സൃഷ്ടിക്കപ്പെട്ടതാണ്. പല ആളുകൾക്കും നരകത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇഷ്ടമില്ല എന്ന് മാത്രമല്ല, നരകത്തിൽ നിന്നൊക്കെ നമ്മൾ എന്നേ രക്ഷപ്പെട്ടിട്ടുണ്ട്, അത് എനിക്ക് വേണ്ടിയിട്ടുള്ളതല്ല എന്ന ചിന്തയിലാണ് പല ആളുകളും ജീവിക്കാറുള്ളത്. എന്നിട്ട് ഇബ്നുൽ ഖുദാമ റഹിമഹുല്ലാഹ് പറയാണ്, ലാ യുർഹമൂന ഇൻ ബക്കൗ, അവരെത്ര നിലവിളിച്ച് കരഞ്ഞാലും അവരോട് കാരുണ്യം കാണിക്കപ്പെടില്ല. വലാ യുഅ്ദറൂന ഇൻ ശകൗ, അവർ എത്ര പരാതി പറഞ്ഞാലും അവരുടെ ഒരു ഒഴിവ് കഴിവ് അവർക്ക് നൽകപ്പെടില്ല. വലാ യുജാബൂന ഇൻ ദഅൗ, അവരെത്ര വിളിച്ചു തേടിയാലും അവർക്ക് ഉത്തരം ചെയ്യപ്പെടില്ല. വലാ യുഅ്തബൂന ഇൻ ഇസ്തഅ്തബൂ, അവർ എന്തെങ്കിലും വിട്ടുവീഴ്ച തേടിയാൽ ആ വിട്ടുവീഴ്ചയും സ്വീകരിക്കപ്പെടില്ല. ഖാല അല്ലാഹു തആല, അല്ലാഹു പറഞ്ഞിട്ടുണ്ട് സൂറത്ത് ഫുസ്സിലത്തിലെ 24-ാമത്തെ ആയത്തിൽ, ഫഇൻ യസ്ബിറൂ ഫന്നാറു മസ്വൽ ലഹും, അവര് ക്ഷമിക്കാൻ സഹിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നരകം തന്നെയാണ് അവർക്കുള്ളത്. ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ അവർ ക്ഷമിക്കട്ടെ, നരകമാണ് അവർക്കുള്ളത്. അവർ എന്ത് വിട്ടുവീഴ്ച തേടിയാലും അവർക്ക് ആ വിട്ടുവീഴ്ച സ്വീകരിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. അപ്പൊ നരകത്തിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഭയാനകമാണ്. നമ്മളൊന്ന് ആലോചിച്ചു വെക്കണം. ഇന്നിപ്പോ ഈ സമയം വരെ നമ്മൾ അള്ളാഹുവിനോട് നരകശിക്ഷയിൽ നിന്ന് രക്ഷ നേടാൻ, അള്ളാഹുവെ നരകശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് തേടാൻ നമുക്ക് ഓർമ്മ വന്നിട്ടുണ്ടോ എന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളമാണ് നമ്മൾ നരകത്തെ ഭയപ്പെടുന്നത്, അല്ലെങ്കിൽ നരകത്തെ കുറിച്ചുള്ള ചിന്ത, ആ ശിക്ഷയെ കുറിച്ചുള്ള പേടി നമുക്കുള്ളത് എന്ന്. എന്നിട്ട് അദ്ദേഹം പറയാണ്, യുർവാ അന്ന ഉമർ റളിയല്ലാഹു അൻഹു മർറ ബികതീബിൻ മിനർ റംൽ, ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു മണൽ കൂമ്പാരത്തിന്റെ അടുത്തുകൂടെ പോകുമ്പോൾ, ഫഖാല, അദ്ദേഹം പറഞ്ഞു, മസാകീനു അഹ്ലുന്നാർ, നരകാവകാശികളായിട്ടുള്ളവർ എന്ത് ദുർബലരാണ്, എന്ത് നഷ്ടം പറ്റിയവരാണ്. ലൗ അലിമു അന്നഹും ഇദാ ലബിസൂ ഫീ ജഹന്നമ അദദ ഹാദർ റം, അവരറിയാണ്, നരകാവകാശികളാകുന്ന ആളുകൾ, ആ പ്രവർത്തനത്തിൽ മുഴുകുന്ന ആളുകൾ അറിയാണ്, ഈ മണൽത്തരിയോളമാണ് അവർ ആ നരകത്തിലുള്ളത് എങ്കിൽ, ثم اخرجوا منها لكان لهم امد يمدون باعناقهم اليه, പിന്നെ അവർ പുറത്തേക്ക് ആക്കുമെന്ന് വെച്ചാൽ പോലും അതെന്താണ്, വലിയൊരു കാലാണ്. ഇത്ര കാലം അവർ അതിൽ താമസിച്ചിട്ട് പിന്നെ രക്ഷപ്പെടുന്നു പറഞ്ഞാൽ പോലും അവരെന്താവൂല, അവർ ആ പ്രവർത്തനത്തിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കും. പക്ഷേ വലാകിന്നഹും ലാ ഗായത ലഹും, പക്ഷെ നരകത്തിന്റെ അവസ്ഥ എന്താണ്, അതിന് ഇതിനേക്കാളും അവസാനമില്ലാതെ നിലനിൽക്കുന്ന ശിക്ഷയാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. ഇതൊക്കെ പറഞ്ഞിട്ട് ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് ഓർമ്മിപ്പിക്കുകയാണ്, വമൻ കാന ഹാലുഹു ഹാകദാ, ഈ അവസ്ഥയിലാകുന്ന ഒരാള്, നരകത്തിൽ ഇങ്ങനെയാണ് അവസ്ഥ എന്ന് അറിഞ്ഞിട്ട്, ഫലാ യഅ്മനു അലാ നഫ്സിഹി അൻ യകൂന മിൻ അഹ്ലിഹാ, എങ്ങനെയാണ് ഒരാൾക്ക് സാധിക്കുക, എങ്ങനെയാണ് ഉണ്ടാകാൻ പാടില്ല, ഇതിന്റെ ആളാവും എന്നതിനെ തൊട്ട് ഒരു ഭയമില്ലാത്ത അവസ്ഥ ഒരാൾക്ക് എങ്ങനെയാവുക. ഫഹഖുഹു അല്ലാ യഫ്തുറ മിനൽ ബുക്കാ, ശരിക്കും നമ്മൾ എങ്ങനെയാവേണ്ടത്, കരച്ചിൽ നിർത്താത്ത ആളുകളായി മാറണം. വലാ യസ്തഖിറ ബിഹി ഖറാർ, ഒരു
സമാധാനത്തിലാകാതെ അഥവാ നരകശിക്ഷയെക്കുറിച്ചുള്ള ഭയം എപ്പോഴുമുള്ള ആളുകളായിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആവേണ്ടത്. ഫകുൻ യാ അഖീ അലാ ഹദ്രീൻ, എന്നിട്ട് പറയാണ്, സഹോദര നീ ഇതിനെക്കുറിച്ചുള്ള ഭയമുള്ളവനായിരിക്കണം, ഇതിനെക്കുറിച്ച് സ്വന്തത്തിനോട് താക്കീത് ചെയ്യുന്നവനായിരിക്കണം. വലാ തഅ്മൻ വഅൻത മുഅറദുൻ ലിഹാദൽ ഖതർ, ഈ ഒരു ചിന്തയിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞ് നിർഭയത്വമുള്ളവനായിട്ട് ഒരാളായിട്ട് നീ മാറാൻ പാടില്ല. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന ചിന്തയിലായിക്കൊണ്ടുള്ള ഒരാളായിട്ട് നീ മാറാൻ പാടില്ല. എന്നിട്ട് പറയാണ്, കാന ബഅദുഹും യബ്കി കസീറൻ, സലഫുകളിൽപ്പെട്ട ചില ആളുകൾ വളരെയധികം കരയുമായിരുന്നു. ഫഖീല ലഹു ഫീ ദാലിക്, എന്തിനാണ് അങ്ങനെ കരയുന്നത് എന്ന് അവരോട് ചോദിച്ചാൽ, ഫഖാല, അവർ പറയും, വല്ലാഹി ലൗ തവാഅദനി റബ്ബി അയ്യസ്ജുനനി ഫിൽ ഹമ്മാം, എന്റെ റബ്ബ് എന്നോട് വാഗ്ദാനം ചെയ്യുകയാണ്, എന്നെ ഒരു ടോയ്ലറ്റിൽ, ഒരു ബാത്റൂമിൽ എന്നെ അടച്ചിടും, എന്നെ തടവിലാക്കും എന്ന് പറഞ്ഞാൽ തന്നെയും ലകാന ഹഖ്ഖി അല്ലാ അഫ്തറ മിനൽ ബുക്കാ, ഞാൻ എന്താവും, ഞാൻ കരച്ചിൽ നിർത്താത്ത ഒരാളായിട്ട് മാറും. ചെറിയൊരു ടോയ്ലറ്റിൽ അടച്ചിടുന്നു പറഞ്ഞാൽ തന്നെ കരച്ചിൽ നിർത്താത്ത ഒരു ബുദ്ധിമുട്ടുള്ള ഒരാളായിട്ട് മാറും. ഫകൈഫ വഖദ് തവാഅദനി അൻ യസ്ജുനനി ഫിന്നാരി ഇൻ അന അസൈതുഹു, ഞാൻ അവനെ ധിക്കരിച്ചാൽ നരകത്തിലായിരിക്കും എന്നെ തടവിലാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും പിന്നെ എന്റെ അവസ്ഥ എന്ന് സലഫുകളിൽ ചിലർ അവരുടെ പാപങ്ങളെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞ് ഭയപ്പെട്ട് കരയാറുണ്ടായിരുന്നു. സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കണം. നമ്മൾ നമ്മിലേക്ക് തന്നെ നോക്കിയിട്ട് വേറൊരാളെ നമ്മൾ ആലോചിക്കണ്ട, വേറൊരാളെ കുറിച്ച് ആലോചിക്കണ്ട. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ ഭാര്യയോ മക്കളോ നമ്മുടെ മാതാപിതാക്കളോ സുഹൃത്തുക്കളോ അവരെല്ലാം കുറച്ചു നേരത്തേക്ക് നമ്മുടെ ചിന്തയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് നമ്മുടെ സ്വന്തത്തിന്റെ അവസ്ഥ മാത്രം ഒന്ന് ആലോചിക്കുക. നമ്മൾ ചെയ്തു പോയ തിന്മകളുടെ പേരിൽ, പാപങ്ങളുടെ പേരിൽ നാളെ നരകാവകാശിയാകുന്ന ഈ ഒരു ശിക്ഷയിൽ അകപ്പെടുന്ന ഒരു അവസ്ഥ എന്ത് വലിയ നഷ്ടമായിരിക്കും, എന്ത് വലിയ നഷ്ടമായിരിക്കും. എന്നിട്ട് പറയാണ്, വകാന യസീദുർ റുഖാശി, സലഫുകളിൽപ്പെട്ട വളരെ ആബിദായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഹദീസ് ഹിഫ്ളാക്കുന്നതിൽ ചില വീഴ്ചകൾ ഉണ്ടെങ്കിലും ഇബാദത്തിൽ മുഴുകിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. കസീറുൽ ബുക്കാ, അദ്ദേഹം ധാരാളം കരയുമായിരുന്നു, ധാരാളം കരയുന്ന ഒരാളായിരുന്നു. ഇദാ ദഖല ബൈതഹു ബകാ, അദ്ദേഹം വീട്ടിൽ കയറുന്ന സന്ദർഭത്തിൽ അദ്ദേഹം കരയും. വൈൻ ഖറജ ബക, വീട്ടിൽ നിന്ന് പുറത്താണെങ്കിലും കരയും, വീട്ടിലാണെങ്കിലും കരച്ചിലുണ്ടാവും, പുറത്താണെങ്കിലും കരച്ചിലുണ്ടാവും. വൈൻ ദഖലൽ മസ്ജിദ ബക, മസ്ജിദിലായിരിക്കുമ്പോഴും അദ്ദേഹം കരഞ്ഞ് കാണാൻ സാധിക്കും. വൈൻ ജലസ ഇലൈഹി ഇഖ്വാനുഹു ബക, അദ്ദേഹത്തിന്റെ സഹോദരങ്ങളോടൊപ്പം മറ്റുള്ള ആളുകളോടൊപ്പം ഇരിക്കുന്ന സമയത്തും അദ്ദേഹം കരഞ്ഞ അവസ്ഥയിൽ കാണാറുണ്ട്. ഫഖാല ലഹു ഇബ്നുഹു, അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, യാ അബ, എന്റെ ഉപ്പ, കം തബ്കി, നിങ്ങൾ എത്ര എനിക്ക് കരയുന്നത്, നിങ്ങൾ എന്താണ് ഇങ്ങനെ കരയുന്നത്? ഫവല്ലാഹി ലൗ അന്ന النار ലം തുഖ്ലഖ് ഇല്ലാ ലക്, നിങ്ങൾ നരകം നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് സൃഷ്ടിക്കപ്പെട്ടതുപോലെയാണല്ലോ കരയണത്. മാ സിദ്ത അലാ ഹാദാ, ഇതിനു മേലെ നിങ്ങൾ എനിക്ക് കരയരുത്. അതായത് നരകം നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് സൃഷ്ടിക്കപ്പെട്ടതുപോലെയാണല്ലോ നിങ്ങൾ കരയുന്നത്, നിങ്ങൾ ഇങ്ങനെ കരയുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്ന് നിലക്ക് പറഞ്ഞു. ഫബക്ക, അദ്ദേഹം വീണ്ടും കരഞ്ഞു. വഖാൽ, എന്നിട്ട് പറഞ്ഞു, സകിലത്ക ഉമ്മുക യാ ബുനയ്യ, ഒരു ആക്ഷേപം എന്നുള്ള ഒരു അറബിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. ആ മോനോട് പറഞ്ഞു, വഹൽ ഖുലിഖത്തിൻ നാറു ഇല്ലാ ലി വലി ഇഖ്വാനി മിനൽ ഇൻസി വൽ ജിൻ, നരകം എനിക്കും മനുഷ്യവർഗത്തിലും ഇൻസുവർഗത്തിലും ജിന്ന് വർഗത്തിലും പെട്ട എന്റെ സഹോദരങ്ങൾക്കുമല്ലാതെ മറ്റാർക്കാണ് നരകം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? അമാ തഖറഉ യാ ബുനയ്യ, എന്റെ മോനെ നീ പാരായണം ചെയ്തിട്ടില്ലേ? അല്ലാഹു തആല സൂറത്തു റഹ്മാനിൽ പറഞ്ഞത്, യാ മഅശറൽ ജിന്നി വൽ ഇൻസ് ഇൻ ഇസ്തതഅതും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർദ് ഫൻഫുദൂ ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. ജിന്ന് വർഗമേ, മനുഷ്യവർഗമേ, ഈ ആകാശഭൂമികളുടെ മേഖലകളിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ, ഇതിൽ നിന്ന് പരിധി ലംഘിച്ച് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് ശ്രമിക്കുക. നിങ്ങൾക്കൊരു പ്രത്യേക അധികാരമില്ലാതെ അതിന് സാധിക്കില്ല. അമാ തഖറ, വീണ്ടും പറഞ്ഞു, അല്ലാഹു നീ പാരായണം ചെയ്തിട്ടില്ലേ? യുർസലു അലൈകുമാ ശുവാളും മിൻ നാരിൻ വനുഹാസുൻ ഫലാ തൻതസിറാൻ, ജിന്ന് വർഗത്തിന്റെയും മനുഷ്യവർഗത്തിന്റെയും നേരെ തീജ്വാലയും പുകയുമെല്ലാം എറിയപ്പെടും, അവർ സഹായിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവില്ല. അമാ തഖറ, നീ പാരായണം ചെയ്തിട്ടില്ലേ? ഫൈദൻ ഷഖ്ഖത്തിസ് സമാഉ ഫകാനത് വർദതൻ കദ്ദിഹാൻ, ആകാശം പൊട്ടിപ്പിടർന്ന് ഒരു കുഴമ്പ് രൂപത്തിലാകുന്ന അവസ്ഥ. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ,
നിങ്ങളുടെ റബ്ബിന്റെ ഏത് അനുഗ്രഹമാണ് മനുഷ്യവർഗമേ ജിന്നുവർഗമേ നിങ്ങൾ നിഷേധിക്കുന്നത്? ഫയൗമഇദിൻ ലാ യുസ്അലു അൻ ദംബിഹി ഇൻസും വലാ ജാൻ. അന്നേ ദിവസം ജിന്നിനോടോ മനുഷ്യനോടോ ആ വർഗത്തിൽപ്പെട്ട ഒരാളോട് അവരെ പാപങ്ങളെ പറ്റി ചോദിക്കൂല. കാരണം വ്യക്തമായ തെളിവുകളോ കൊണ്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ടാവും. നീ ഇങ്ങനെ ചെയ്തോ ചെയ്തില്ലേ അല്ല അങ്ങനെ ഒരു അന്വേഷിച്ചറിയേണ്ട ആവശ്യം ഉണ്ടാവില്ല, വ്യക്തമായി അറിയുന്ന കാര്യമായിരിക്കും. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ യുഅറഫുൽ മുജ്രിമൂന ബിസീമാഉഹും ഫയൂഖദു ബിന്നവാസി വൽ അഖ്ദാം. തെമ്മാടികളായിട്ടുള്ള ആളുകളെ അവരുടെ അടയാളം കൊണ്ട് അറിയപ്പെടും, അവരുടെ കുടുമയിലും കാലിലുമായിട്ട് പിടിക്കും. എന്താ അങ്ങനെ ഉദ്ദേശിച്ചത്? നമ്മൾ ഈ അടുപ്പിൽ വിറക് വെക്കുമ്പോ കുറച്ച് നീളമുള്ള വിറകാണെങ്കിൽ എന്താ ചെയ്യുക? അത് പൊട്ടിച്ചിട്ട് രണ്ടറ്റം കൂടി കൂട്ടിപ്പിടിക്കും. അതുപോലെ മനുഷ്യനെ മടക്കിയിട്ട് അവന്റെ തലയും കാലും കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് നരകത്തിലേക്ക് വെക്കുന്ന അവസ്ഥയുണ്ടാകും. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. എന്നിട്ട് പറയാണ് ഹാദിഹി ജഹന്നമുല്ലതി യുകദ്ദിബു ബിഹൽ മുജ്രിമൂൻ. തെമ്മാടികളായിട്ടുള്ള ആളുകൾ കളവാക്കിയിരുന്ന നരകം ഇതാണ്. യതൂഫൂന ബൈനഹാ വബൈന ഹമീമിൻ ആൻ. അവർ അതിനു ചുറ്റവും അതുപോലെ തന്നെ തിളച്ച വെള്ളത്തിന്റെ ഇടയിലുമായിട്ട് അവർ ചുറ്റിക്കറങ്ങി നടക്കുന്ന അവസ്ഥയിലായിരിക്കും. ഈ ആയത്തുകൾ നീ പാരായണം ചെയ്തിട്ടില്ലേ എന്ന് ഈ ഉപ്പ മകനോട് പറയാൻ. ഫഖാമ യജൂലു ഫിദ്ദാരി വയബ്കി. അങ്ങനെ ഉപ്പ യസീദ് റുഖാശി എഴുന്നേറ്റ് മകന്റെ അടുത്ത് എഴുന്നേറ്റ് വീടിന് ചുറ്റും കരഞ്ഞുകൊണ്ട് നടക്കാൻ തുടങ്ങി. വയസ്റഹു ഹത്താ ഖുശിയ അലൈഹി. അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് അദ്ദേഹം ബോധം കെട്ട് വീഴുന്ന അവസ്ഥയിലായി. ഫഖാലത്ത് ഉമ്മുൽ ഗുലാം. ഇത് കണ്ടപ്പോ ഈ കുട്ടിയുടെ ഉമ്മ അദ്ദേഹത്തിന്റെ ഭാര്യ വിളിച്ചു, യാ ബുനയ്യ, എന്റെ മോനെ, മാ അറദ്ത ഇലാ ഹാദാ മിൻ അബീക്. നീ എന്തിനാ നിന്റെ ഉപ്പാനെ കൊണ്ട് ഇങ്ങനെ ആക്കിയത്? നീ എന്താ ഈ ചെയ്തത്? ഖാല. അപ്പൊ മോൻ പറഞ്ഞു, വല്ലാഹി മാ അറദ്തു ഇല്ലാ അൻ ഉഹവ്വിന അലൈഹി. ഉമ്മ, ഞാൻ വിചാരിച്ചതൊന്ന് കുറച്ചു കൊടുക്കുക, ഒന്ന് സമാധാനിപ്പിക്കാൻ എന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. മാ അറദ്തു അൻ അസീദ അലൈഹി ഹത്താ യഖ്തുല നഫ്സഹു. ഇങ്ങനെ സ്വന്തത്തെ ഇല്ലാതാക്കുന്ന അവസ്ഥയിൽ ഈ ദുഃഖം, ഈ കരച്ചിൽ വർദ്ധിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഉമ്മ എന്ന് ആ മകൻ പറയാൻ. അതായത് സലഫുകൾ അത്രത്തോളം, ചില സലഫുകളെ പറ്റി പറയുന്നത് കാണാം, അവർ രാത്രി കിടക്കയിൽ എത്തിക്കഴിഞ്ഞാൽ വല്ല ധാന്യങ്ങളും ചൂടുള്ള ചട്ടിയിലിട്ട പോലെ ആകുന്നു. അതിങ്ങനെ എന്താവും, ഇങ്ങനെ പൊട്ടി പൊട്ടി തെറിച്ചുകൊണ്ടിരിക്കും. അതുപോലെ അവർക്ക് കിടക്കാൻ സാധിക്കില്ല. എന്താണെന്ന് ഭാര്യമാർ ചോദിക്കുമ്പോൾ അവർ പറയും, എനിക്ക് നരകത്തെ കുറിച്ച് പേടിയാകുന്നു എന്ന് പലരും പറയാറുണ്ടായിരുന്നു. ഇത് ഇബ്നു ഖുദാമ റഹിമഹുള്ള ഈ സംഭവം പറഞ്ഞിട്ട് പറയാണ്, വഅലം യാ അഖി, എന്റെ സഹോദരൻ നീ മനസ്സിലാക്കണം, അന്നല്ലദീ ഖാഫ മിൻഹു ഉലൈക നഹ്നു മിസ്ലുഹും ഫീഹി. അവർ ഈ ഭയപ്പെട്ട നരകം അവരെ പോലെ തന്നെയാണ് നമ്മളും. ബൽ നഹ്നു അഹഖു ബിഹി മിൻഹും. പക്ഷെ നമ്മൾ അവരെക്കാൾ ഭയപ്പെടേണ്ട ആളുകളാണ്. അവർ ഭയപ്പെട്ട ഈ നരകത്തെ നമ്മളും ഭയപ്പെടണം. നമ്മളെ പോലെ ഉണ്ടായിരുന്ന മനുഷ്യരാണ് അവരും. പക്ഷെ നമ്മൾ അവരെക്കാൾ ഈ നരകത്തെ ഭയപ്പെടണം. ഫമല്ലദീ യുഅമ്മിനുനാ ദൂനഹും. അവർക്കില്ലാത്ത എന്ത് നിർഭയത്വമാണ് നമുക്കെന്നുള്ളത്. അവർക്കില്ലാത്ത എന്ത് നിർഭയത്വമാണ് നരകശിക്ഷയെ കുറിച്ച് പേടിക്കാതിരിക്കാൻ, നരകത്തെ മറക്കാൻ നമുക്ക് നിർഭയത്വമേകുന്ന എന്ത് കാര്യമാണുള്ളത് എന്ന് ഇബ്നു ഖുദാമ റഹിമഹുല്ല ചോദിക്കുക. ഈ ചോദ്യം നമ്മുടെ സ്വന്തത്തിനോട് നമ്മൾ ചോദിക്കേണ്ട കാര്യമാണ്, നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് ഇബ്നു ഖുദാമ റഹിമഹുല്ല അടുത്തത് വേറെ ചില വിഷയങ്ങൾ, ചില അമാലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ. വഅലം റഹിമക്കല്ലാഹ്, നീ മനസ്സിലാക്കണം, അള്ളാഹു നിനക്ക് കാരുണ്യം ചൊരിയട്ടെ, അന്ന ഹുസ്നൽ ഖുൽഖി അസ്ഖലു മാ യൂളഉ ഫിൽ മീസാൻ. സൽസ്വഭാവം എന്നുള്ളത് മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന കാര്യമാണ്. അഥവാ ഒരു മനുഷ്യന് കർമ്മങ്ങൾ ചെയ്യുന്നതിൽ അവനുണ്ടായിരിക്കേണ്ട മഹത്തായിട്ടുള്ള, മുഅ്മിന് മഹത്തായിട്ടുണ്ടായിരിക്കേണ്ട കാര്യമാണ് അവന്റെ സ്വഭാവം ഏറ്റവും നല്ലതായിരിക്കുക. അത് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ അവൻ മാറ്റിയെടുക്കണം. അവന്റെ സ്വഭാവത്തിലെ ഓരോ കാര്യങ്ങളും അവൻ നേരെയാക്കി മാറ്റിയെടുക്കേണ്ടതാണ്. വഅന്നഹു യബ്ലുഗു ബിസാഹിബിഹി ദറജത്തസ് സായിം വൽ ഖായിം. ആ സൽസ്വഭാവം ഒരുവനെ നോമ്പ് നോൽക്കുന്ന, പകലിൽ നോമ്പ് നോൽക്കുന്നവന്റെയും രാത്രിയിൽ നിന്ന് നിസ്കരിക്കുന്നവന്റെയും ദറജയിലേക്ക് ഒരുവനെ എത്തിക്കും. ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. സൽസ്വഭാവം, നല്ലൊരു സ്വഭാവമുള്ള ഒരുവൻ നോമ്പുകാരന്റെയും അതുപോലെ രാത്രി നിസ്കരിക്കുന്നവന്റെയും ദറജയിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സ്വഭാവം നന്നാക്കണം. എന്നിട്ട് പറഞ്ഞു, വഅന്ന മൻ വസല റഹിമഹു വസലഹുല്ലാഹ് വമൻ ഖതഅഹു ഖതഅഹുല്ലാഹ്. ആരാണോ കുടുംബബന്ധം ചേർക്കുന്നത് അവനുമായിട്ട് അള്ളാഹു ബന്ധം ചേർക്കും. ആരാണോ കുടുംബബന്ധം മുറിക്കുന്നത് അവനുമായി അള്ളാഹു ബന്ധം മുറിക്കും.
ഇതെല്ലാം ഹദീസുകൾ വന്നിട്ടുള്ള കാര്യമാണ്. അഥവാ നമ്മൾ ഈ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും ഈ ദുനിയാവിൽ ഏറ്റവും നന്മകൾ നേടിയെടുക്കാനും നമുക്ക് ഉപകരിക്കുന്ന ചില കർമ്മങ്ങളാണ് ഒന്ന് സൽസ്വഭാവം എന്നുള്ളത്. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ ചേർക്കുക എന്നുള്ളത് മഹത്തായിട്ടുള്ള കാര്യമാണ്. ഇത് ഓരോന്നും പറയുകയാണെങ്കിൽ നമുക്ക് ഓരോ ദർസ് എടുക്കണം. നമ്മൾ ആ നിലക്ക് പോകുന്നില്ല. ഈ വസിയത്ത് വേറെ ദർസുകൾ നമുക്ക് ഈ വിഷയത്തിൽ കേൾക്കാം, ഹദീസുകൾ കേൾക്കുന്നുണ്ട്. നമ്മൾ ഈ വസിയത്ത് വായിച്ചു പോവുകയാണ്. അമലുകളിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ളത് നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ്. സുമ്മ ബിർറുൽ വാലിദൈൻ, പിന്നെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ്. സുമ്മൽ ജിഹാദു ഫീ സബീലില്ലാഹ്, പിന്നെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യലാണ്. ഇത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മങ്ങൾ ഏതാണ്? അതിൽ ഓരോന്നായി പറഞ്ഞതാണ് ഈ മൂന്ന് കാര്യങ്ങൾ. ഈ മൂന്നും വളരെ ശ്രേഷ്ഠമായ കർമ്മങ്ങളാണ്. വഅന്ന ഔസഖൽ ഉറൽ ഈമാൻ അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്, ഈമാനിലെ ഏറ്റവും ബലവത്തായിട്ടുള്ള കെട്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കലും അള്ളാഹുവിന് വേണ്ടി വെറുക്കലുമാണ്. ഇതും ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടി മാത്രമാവുക. നമ്മൾ ഒരാളെ വെറുക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടി മാത്രമാവുക. ആ രീതിയിലാകുന്നത് ഈമാനിന്റെ ബലവത്തായ കെട്ടാണ്. വഅന്ന സ്വബ്റ മിനൽ ഈമാൻ ബിമൻസിലത്തി റഅസി മിനൽ ജസദ്, ക്ഷമ എന്നുള്ളത്, സ്വബർ എന്നുള്ളത് ഈമാനുമായി ബന്ധിപ്പിച്ചു നോക്കിയാൽ ശരീരത്തിൽ തല എങ്ങനെയാണോ അതുപോലെയാണ്. അഥവാ ഒരു ഈമാൻ ഉള്ളവനുണ്ടാകുന്ന ഏറ്റവും മഹത്തായ ഗുണമാണ് അവന് സ്വബർ ഉള്ളവനായിരിക്കും. അവൻ അള്ളാഹുവിനെ അനുസരിക്കുന്നതിലും തിന്മകൾ ഒഴിവാക്കുന്നതിലും അള്ളാഹുവിന്റെ വിധിയിലും ക്ഷമ കാണിക്കുന്നവനായിരിക്കും. എന്നിട്ട് പറയാണ് വമലാകുൽ അംരി അദ്ദുആ, എല്ലാ കാര്യങ്ങളെയും അധികാരപ്പെടുത്തുന്ന കാര്യം ദുആ ആണ്, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. ഫഇന്നൽ അംറ കുല്ലഹു ബിയദില്ലാഹ്, കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. യഹ്ദി മൻ യശാ വയസ്തഅമിലുഹു, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവനെ ഹിദായത്ത് നൽകുന്നു, അവന് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകുന്നു. വയുദില്ലു മൻ യശാ വയഖ്ദുലുഹു, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ വഴികേടിലാക്കുന്നു, അവനെ നിന്ദ്യനാക്കുന്നു. ഫയംബഗി ലക് അൻ തർഗബ ഇലാ മിനൽ അംരി ബിയദിഹി വതുഫവ്വിദ് അംറക ഇലൈഹി, നീ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിന്റെ എല്ലാ ആഗ്രഹങ്ങളും അത് അള്ളാഹുവിലേക്ക് ആക്കാനും നിന്റെ കാര്യങ്ങളെ അള്ളാഹുവിൽ ഏൽപ്പിക്കാനും നീ പ്രത്യേകം ശ്രദ്ധിക്കണം. അഥവാ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയാണ് ദുആ എന്നുള്ളതാണ് ഈ കാര്യങ്ങളുടെ എല്ലാം അധികാരപ്പെടുത്തുന്ന ഒരു കാര്യം. കാരണം കാര്യങ്ങളുടെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? അള്ളാഹുവിന്റെ കയ്യിലാണ്. അപ്പൊ നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും അതെല്ലാം നാം മുന്നോട്ട് വെക്കേണ്ടത് അള്ളാഹുവിലേക്കാണ്. നമ്മുടെ ബുദ്ധിമുട്ടുകളും നമ്മുടെ പ്രശ്നങ്ങളും നാം ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് അള്ളാഹുവിലേക്കാണ്. എന്നിട്ട് പറയാണ് വലിയകുൻ ദുആഉക ബിഖുദൂഇൻ വഖുശൂഇൻ, നിന്റെ ദുആ എങ്ങനെയായിരിക്കണം? അങ്ങേയറ്റം ഖുദൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം കൊണ്ട് കാണിക്കുന്ന താഴ്മക്കാണ് ഖുദൂ എന്ന് പറയുക. ഖുശൂ എന്ന് പറഞ്ഞാൽ ഖൽബ് കൊണ്ടുണ്ടാകുന്ന ആ താഴ്മക്കാണ് ഖുശൂ എന്ന് പറയുക. രണ്ടും വേർതിരിച്ച് പറയുമ്പോൾ അങ്ങനെയായിരിക്കണം നീ ദുആ ചെയ്യേണ്ടത്. ശരീരം കൊണ്ടും അള്ളാഹുവിലേക്കും ഖൽബ് കൊണ്ടും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനായിട്ട്. വബുകാഇൻ വതളറുഇൻ, കരഞ്ഞുകൊണ്ടും അങ്ങേയറ്റം താഴ്മ വിധേയത്വം കാണിച്ചുകൊണ്ടുമായിരിക്കണം. കരഞ്ഞുകൊണ്ടും വിധേയത്വം കാണിച്ചുകൊണ്ടായിരിക്കണം അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത്. ഫഇന്ന ബഅദഹും ഖാല, സലഫുകളിൽ ചിലർ പറയാറുണ്ട്, ഇന്നി ലാ അഅലമു ഹീന യസ്തജീബു ലി റബ്ബി അസ്സ വജൽ, എനിക്ക് അറിയാറുണ്ട്, എനിക്ക് മനസ്സിലാവാറുണ്ട് എപ്പോഴാണ് എന്റെ റബ്ബ് എനിക്ക് ഉത്തരം ചെയ്യുക എന്ന്. അഥവാ റബ്ബ് ഉത്തരം ചെയ്യുമ്പോഴുള്ള ചില അലാമത്തുകൾ എനിക്ക് മനസ്സിലാകാറുണ്ട്. ഇദാ വജല ഖൽബി, ദുആ ചെയ്യുമ്പോൾ എന്റെ ഖൽബ് വിറക്കുന്ന അവസ്ഥയിൽ, ഭയം കൊണ്ട് വിറക്കുന്ന അവസ്ഥയിലാകുമ്പോൾ, വഖ്ശഅറ ജിൽദി, എന്റെ ശരീരം വിറകൊള്ളുന്ന അവസ്ഥയിലാകുമ്പോൾ, വഫാദത് ഐനാ, എന്റെ കണ്ണ് നിറഞ്ഞൊഴുകുമ്പോൾ, വഫുതിഹ ലീ ഫിദ്ദുആ, ആ സമയത്ത് എന്റെ ദുആക്ക് ഉത്തരം ചെയ്യപ്പെടാറുണ്ട്. അഥവാ നമുക്ക് തന്നെ പരിശോധിച്ചാൽ മനസ്സിലാവും നമ്മൾ എങ്ങനെ ചെയ്യുന്ന ദുആകളാണ് അള്ളാഹു സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. നമ്മുടെ ഖൽബ് വിറകൊണ്ട് ശരീരം അങ്ങേയറ്റ താഴ്മയോടുകൂടി നമ്മൾ കരഞ്ഞുകൊണ്ട് ചെയ്യുന്ന ദുആകൾ, ആത്മാർത്ഥമായി ചെയ്യുന്ന ദുആകൾ അത് ഉത്തരം ചെയ്യപ്പെടുന്നതാണ് എന്ന് സലഫുകൾ ചിലർ പറയാറുണ്ട്. ഖാലത്ത് ഉമ്മു ദർദ ഒരിക്കൽ
ലിഷഹർ ഇബ്നു ഹൗഷിബ് സലഫുകളിൽപ്പെട്ട താബിഈങ്ങളിൽപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഉമ്മു ദർദ എന്നുള്ളത് ആലിമത്തായിട്ടുള്ള സ്ത്രീയാണ്. അവരുടെ സദസ്സിൽ പലരും സംശയങ്ങൾ ചോദിക്കാൻ വരാറുണ്ട്. മറക്കപ്പുറത്തിരുന്ന് തന്നെ അബൂ ദർദ റളിയല്ലാഹുവിന്റെ പത്നിയാണ്. ഉമ്മു ദർദ ഒരിക്കൽ ഇദ്ദേഹത്തിനോട് ചോദിച്ചു, അമാ തജിദു ഖശ്അരീറതൻ, നീ ഈ കൽബും ശരീരവും എല്ലാം വിറകൊള്ളുന്ന, ഭയം കൊണ്ട് അള്ളാഹുലേക്ക് ആവശ്യക്കാരനായിട്ട് ആ വിറകൊള്ളുന്ന ഒരു അവസ്ഥ നിനക്ക് ഉണ്ടാവാറുണ്ടോ? ഖാല ബല, അദ്ദേഹം പറഞ്ഞു ഉണ്ടാവാറുണ്ട്. ഖാലത്ത്, അപ്പോ ഉമ്മു ദർദ റളിയല്ലാഹു അൻഹ പറയാണ്, ഫദ്ഉ ഇൻദഹ, ആ സമയത്ത് അള്ളാഹുവോട് ദുആ ചെയ്യുക. അതായത് ഈമാന്റെ ആ ആസ്വാദനം കൊള്ളുന്ന, അള്ളാഹിനോടുള്ള ഭയം ഉണ്ടാകുന്ന ആ സമയത്ത് നീ ദുആ ചെയ്യുക. ഫഇന്ന ദുആഅ യുസ്തജാബു ഇൻദ ദാലിക്, കാരണം ആ സമയത്തെ ദുആ ഉത്തരം ചെയ്യപ്പെടും. ആ സമയത്തെ ദുആ ഉത്തരം ചെയ്യപ്പെടും. വൻ അബിൽ ജൽദ് ഖാല, പിന്നെ സലഫുകൾ ഉദ്ധരിക്കുന്ന ഒരു അസറിൽ ഹില്യത്തുൽ ഔലിയായിൽ കാണാം, ഖാല ഔഹ അല്ലാഹു ഇലാ മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഒരിക്കൽ വഹീ നൽകി. യാ മൂസ, എ മൂസ, ഇദാ ദകർതനി ഫദ്കുർനി വഅഅദാഉക തൻതഫിദു, നീ എന്നെ ഓർക്കേണ്ടത് ഏത് സമയത്താണ്? നിന്റെ അവയവങ്ങൾ, നിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ വിറകൊള്ളുന്ന അവസ്ഥയിലാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം കൊണ്ട്. ആ സമയത്ത് നീ ധാരാളം ഓർക്കുക. വഇദാ ദഅൗതനി ഫജ്അൽ ലിസാനക മിൻ വറാഇ ഖൽബിക, നീ എന്നോട് ദുആ ചെയ്യുന്ന സമയത്ത് നിന്റെ നാവിനെ ഖൽബിന്റെ പിന്നിലാക്കുക. അഥവാ എന്താണ് നാം പറയുന്നത്, ചോദിക്കുന്നത് എന്ന് ഖൽബിന്റെ പൂർണ്ണമായ ശ്രദ്ധയോടുകൂടി വേണം നീ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ദുആ ചെയ്യാൻ. വഇദാ ഖുംത ബൈന യദൈ ഫഖും മഖാമ ദലീലിൽ ഹഖീർ, നീ എന്റെ മുമ്പിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ, അഥവാ നിസ്കാരത്തിനോ മറ്റോ നിൽക്കുന്ന സന്ദർഭത്തിലെല്ലാം അങ്ങേയറ്റം നിന്യതയോടുകൂടി താഴ്മയോടുകൂടി ഒന്നുമല്ല എന്നുള്ള അവസ്ഥയിൽ നിൽക്കുക. വദുമ്മ നഫ്സക ഫഹിയ ഔലാ ബിദ്ദം, നീ നിന്റെ സ്വന്തത്തെ, നിന്റെ നഫ്സിനെ ആക്ഷേപിക്കുക, അത് അതിനർഹനാണ്. കാരണം തിന്മയിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന, അള്ളാഹുവിന്റെ ദിക്ർ തെറ്റിക്കുന്ന കാര്യങ്ങളോട് താല്പര്യം കാണിക്കുന്ന നഫ്സിനെ നീ എന്ത് ചെയ്യുക? ആക്ഷേപിക്കുക. വനാജിഹീന തുനാജീനി ബിഖൽബിൻ വജലിൻ വലിസാനിൻ സാദിഖിൻ, അള്ളാഹുമായിട്ടുള്ള രഹസ്യ സംഭാഷണം നിനക്ക് ഉണ്ടാവുമ്പോൾ, ഞാനുമായിട്ടുള്ള ആ രീതിയിലുള്ള സംഭാഷണം ഉണ്ടാകുമ്പോൾ, അള്ളാഹുവിന്റെ ദിക്റും ദുആ എല്ലാം ചെയ്യുമ്പോൾ വിറകൊള്ളുന്ന കൽബോടുകൂടിയും സത്യസന്ധമായിട്ടുള്ള നാവോടുകൂടിയും നീ എന്ത് ചെയ്യുക? അതുപോലുള്ള കാര്യങ്ങൾ അള്ളാഹുവിനോട് തേടുക. അഥവാ കാരണം അതാണ് ഏറ്റവും നിഷ്കളങ്കവും ഏറ്റവും സത്യസന്ധവുമാവുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ദുആഇന് ഏറ്റവും ഉത്തരം ചെയ്യപ്പെടുക. എന്നിട്ട് പറയാണ്, വഫവ്വിദ് അംറക ഇലല്ലാഹ്, ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറയാണ്, നിന്റെ കാര്യങ്ങളെല്ലാം നീ അള്ളാഹുവിനെ ഏൽപ്പിക്കുക, അള്ളാഹുവിലേക്ക് ഉയർത്തുക. എന്ത് കാര്യമാവട്ടെ അള്ളാഹുവിനെ ഏൽപ്പിക്കുക. വസ്തത്രിഹ് ബൈന യദിഹി, അത് അള്ളാഹുവിന്റെ മുമ്പിൽ ഇട്ടുകൊടുക്കുക, അഥവാ അള്ളാഹുവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. വഅശ്ഇർ ഖൽബക അന്നഹു ലാ യനാലുക മിനൽ റിസ്ഖി വൽ ഖൈർ ഇല്ലാ മാ കതബഹു അല്ലാഹു ലക്, നീ മനസ്സിലാക്കണം, നീ ബോധ്യപ്പെടുത്തണം നിന്റെ കൽബിനെ, നിനക്ക് റിസ്ഖാവട്ടെ അല്ലെങ്കിൽ ഖൈറുകളാവട്ടെ അള്ളാഹു രേഖപ്പെടുത്തിയതല്ലാതെ നിനക്ക് കിട്ടില്ല. ലൗ ഇജ്തഹദ്ത ഫീഹി ബിഹീലത്തി സമാവാതി വൽ അർദ്, ഈ ആകാശഭൂമികൾക്കകത്തെല്ലാം നീ കഠിനമായി പരിശ്രമിച്ചാലും അള്ളാഹു രേഖപ്പെടുത്തിയതല്ലാതെ നിനക്ക് റിസ്ഖാവട്ടെ മറ്റു നന്മകളാവട്ടെ കിട്ടില്ല എന്ന് നിന്റെ കൽബിനെ നീ പഠിപ്പിക്കുക. വലാ യജ്രി അലൈക മാ തക്റഹു ഇല്ലാ മാ കതബഹു അല്ലാഹു അലൈക, നിനക്ക് വെറുപ്പുണ്ടാക്കുന്ന ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ നിന്നെ ബാധിക്കില്ല അള്ളാഹു രേഖപ്പെടുത്തിയതല്ലാതെ. വലൗ ഇജ്തമഅ അലൈക മൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം നിനക്കെതിരായിരുന്നാലും, അവരെല്ലാവരും നിനക്കെതിരെ ഒരുമിച്ച് കൂടിയാലും. നമ്മൾ അറിയുന്ന നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഹദീസാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഹദീസ്. അതിൽ പറഞ്ഞിട്ടുള്ള ആശയമാണിത്. ആകാശഭൂമികൾക്കകത്ത് എല്ലാവരും നിനക്കെതിരായാലും അള്ളാഹു രേഖപ്പെടുത്തിയതല്ലാതെ ദോഷം നിനക്ക് ഉണ്ടാവില്ല. എല്ലാവരും നിന്നെ സഹായിക്കാൻ വിചാരിച്ചാലും അള്ളാഹു രേഖപ്പെടുത്തിയതല്ലാതെ കിട്ടൂല. ഇത് ഖൽബിനെ പറഞ്ഞ് പഠിപ്പിക്കുക. എന്നിട്ട് പറയാണ്, ഫഇന്നമാ അസാബക് ലം യകുൻ ലിയുഖ്തിഅക, നിന്നെ ബാധിച്ചൊരു കാര്യം അത് നിന്നെ വിട്ടുപോകാനുള്ളതല്ല. വമാ അഖ്തഅക ലം യകുൻ ലിയുസീബക, നിന്നിൽ നിന്ന് തെറ്റിപ്പോയൊരു കാര്യം അത് നിനക്ക് കിട്ടാനുള്ളതുമല്ല. അത് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാണ്ടല്ലോ ഒരാളുടെ ജീവിതത്തിൽ പിന്നെ അവന് ബേജാറ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ടെൻഷനോ ദുഃഖമോ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. കാരണം ആ കാര്യങ്ങൾ പൂർണ്ണമായി അള്ളാഹുവിനെ ഏൽപ്പിക്കാൻ സാധിക്കുന്നത് അവന്റെ ഈ ഖദറിലുള്ള വിശ്വാസം അത്രയും കൃത്യമാകുമ്പോഴാണ്.
അപ്പൊ ഇത് പ്രത്യേകം ഉറപ്പെടുത്തി. എന്നിട്ട് പറയാണ്, ഇനി പറയുന്ന കാര്യം നാം ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറയുന്നു, വഅലം, നീ മനസ്സിലാക്കണം, അന്ന മൻ ഹുവ ഫിൽ ബഹ്രി അലാ ലൗഹിൻ, കടലിൽ ഒരാള് ഒരു മരക്കഷ്ണമുണ്ട്, ആ മരക്കഷ്ണത്തുമ്പോ പിടിച്ച് കടലിൽ കിടക്കുകയാണ്, അവന് രക്ഷപ്പെടാൻ വേറൊരു മാർഗമില്ല. അങ്ങനെ കിടക്കുന്ന ഒരുവൻ ഹുവ ബി അഹ്വജ ഇലല്ലാഹി തആല വഇലാ ലുത്ഫിഹി മിമ്മൻ ഹുവ ബൈതിഹി വബൈന അഹ്ലിഹി വമാലിഹി, അവൻ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനല്ല ആരേക്കാൾ, ഒരാൾ അവന്റെ വീട്ടിലിരിക്കുകയാണ്, അവന്റെ വീട്ടില് അവന്റെ കുടുംബമുണ്ട്, ആൾക്കാരുണ്ട്, സമ്പത്തുണ്ട്, സൗകര്യങ്ങളുണ്ട്. അങ്ങനെയുള്ളവൻ ഈ കടലിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നവനേക്കാൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിനോ അല്ലെങ്കിൽ അള്ളാഹുവിലേക്കോ കൂടുതൽ ഒരു ആവശ്യക്കാരനല്ല. فإن الأسباب التي ظهرت له بيد الله تعالى كما أن أسباب نجاة هذا الغريق بيده, ഈ വെള്ളത്തിൽ മുങ്ങാൻ കിടക്കുന്ന അവന് സഹായമായിട്ടുള്ള കാരണങ്ങൾ അള്ളാഹുവിന്റെ കയ്യിലാണെന്നതുപോലെ തന്നെ വീട്ടിനകത്ത് എല്ലാ സൗകര്യങ്ങളുടെ അകത്തുള്ളവനും ആ സൗകര്യങ്ങളുടെ നിയന്ത്രണവും അള്ളാഹുവിന്റെ കയ്യിലാണ്. അതായത് ചുരുക്കി പറഞ്ഞാല് കടലില് ഒരു മരക്കഷ്ണത്തിന്റെ മേലെ വേറെ ഒന്നുമില്ല, അവന് രക്ഷപ്പെടാൻ വേറൊരു വഴിയില്ല, ഒരാളുമില്ല. അങ്ങനെ അവൻ കിടക്കുമ്പോ അള്ളാഹുലേക്ക് എത്ര ആവശ്യക്കാരനാണോ അതേപോലെ തന്നെ ആവശ്യക്കാരനാണ് അവന്റെ ഒരാൾ ഭൂമിയിൽ കൊട്ടാരത്തിൽ അവന്റെ വാഹനം, അവന്റെ സമ്പത്ത്, അവന്റെ കുടുംബം, എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരുവൻ ഇരിക്കുന്നു. അവൻ ആ കടലിൽ ഒറ്റക്ക് കിടക്കുന്നവനെ പോലെ തന്നെ ആവശ്യക്കാരനാണ്. ആരിലേക്ക്? അള്ളാഹുവിലേക്ക്. ഇവന് രക്ഷപ്പെടാൻ എന്തെല്ലാം കാരണങ്ങളുണ്ടോ അത് ആരുടെ കയ്യിലാണ്? അള്ളാന്റെ കയ്യിലാണ്. അതുപോലെ തന്നെ ഇവനൊരാവശ്യം വന്നാൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിന്റെ കാരണങ്ങൾ ആരുടെ കയ്യിലാണ്? അള്ളാഹുവിന്റെ കയ്യിലാണ്. അതായത് ഏത് സമയത്തും നമുക്ക് ഏറ്റവും അബദ്ധം പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കയ്യിൽ ഒരുപാട് സമ്പത്തുണ്ട് എന്ന സമയത്തും സമ്പത്തില്ലാത്ത സമയത്തും നമ്മൾ അള്ളാഹുലേക്ക് ഒരുപോലെ ആവുക. നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അയാൾ വീട്ടില് അയാൾക്ക് വാഹനമില്ല, സമ്പത്തില്ല, പെട്ടെന്ന് അയാളുടെ മോനൊരു രോഗം വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അയാൾക്ക് ഉണ്ടാവുന്ന എന്താണ്? അയാൾക്ക് കാരണങ്ങൾ കുറവാണ്. എന്നാൽ വേറൊരാൾ അയാളിൽ നല്ല വാഹനമുണ്ട്, നല്ല സമ്പത്തുണ്ട്, അങ്ങനെ അയാളുടെ മോന് പെട്ടെന്ന് രോഗം വന്നു. രണ്ടുപേരുടെയും ചിന്ത എങ്ങനെയായിരിക്കും? ഇയാൾക്ക് എന്ത് ചെയ്യുമെന്നുള്ള പേടി. അയാൾക്ക് എന്തില്ല? കാരണങ്ങളില്ല. ഇയാൾക്ക് കാരണങ്ങളുണ്ട്. എന്നാൽ ഈ രണ്ടുപേരും ഒരേപോലെ അള്ളാഹുലേക്ക് എന്താണ്? ആവശ്യക്കാരാണ്. ഇതാണ് ഇവിടെ പറഞ്ഞത്. അതായത് നമുക്ക് ഇല്ലാത്തപ്പോഴും ഉള്ളപ്പോഴും, സൗകര്യങ്ങൾ ഇല്ലാത്തപ്പോഴും സൗകര്യം ഉള്ളപ്പോഴും, അസ്ബാബുകളുടെ ആധിക്യം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒരേപോലെ അള്ളാഹുലേക്ക് ആവശ്യക്കാരനാവണം. നമ്മൾ ആവശ്യക്കാരാണ് എന്ന് പറയാണ്. ആ കടലിൽ ഒരാൾ കിടക്കുന്നുണ്ട് എങ്കിൽ അതുപോലെ തന്നെയാണ് ഇവിടെയുള്ള ഒരാളും. എന്നിട്ട് പറയാണ്, ഇത് നിന്റെ കൽബിൽ ഒരു യാഥാർത്ഥ്യമായി നീ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, ഫഅ്തമിദ് അലല്ലാഹി തആല ഇഅ്തിമാദൽ ഗരീഖ് അല്ലദീ ലാ യഅലമു ലഹു സബബൻ നജാത്തിൻ ഗൈറല്ലാഹി തആല. നീ ഏതുപോലെയാവണം? അള്ളാഹുവിനെ ആശ്രയിക്കുന്നവനാണ്. ഏതുപോലെ? കടലിൽ മുങ്ങാൻ കിടക്കുന്ന, ഒരു മരക്കഷ്ണത്തിൽ പിടിച്ച് മുങ്ങാൻ കിടക്കുന്ന ഒരുവൻ എത്രത്തോളം രക്ഷയ്ക്ക് അള്ളാഹുവിന്റെ അവന് കാരണം അറിയില്ല, എങ്ങനെ രക്ഷപ്പെടാന്നറിയില്ല. അതുപോലെ തന്നെ എന്താണ് എന്റെ രക്ഷാമാർഗം എന്ന് അറിയാതെ കിടക്കുന്ന ഒരുവനെ പോലെ തന്നെ നീ എപ്പോഴും ആകണം. എപ്പോഴും നീ അങ്ങനെയാകണം. അങ്ങനെ അള്ളാഹുവിനെ ആശ്രയിക്കണം എന്ന് ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് പറയാണ്, വഅലൈക ബിൽ വറഅ, നീ വറഉള്ളവനാവുക. വറഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വജ്തിനാബി ശുബ്ഹാത്ത്, ശുബ്ഹത്തുകളെ ഒഴിവാക്കുന്നവനാവുക. ശുബ്ഹത്തുകളെ ഒഴിവാക്കുന്നവനാവുക. അഥവാ ഒരു മനുഷ്യൻ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിൽ 3 മർത്തബകളാണ് ഉണ്ടാവുക. എന്റെ അടുത്ത് ഒരു തവണ പറഞ്ഞു, ഈ ക്ലാസ്സിൽ കളിച്ച ഞാൻ അവിടെ വന്നു കൊണ്ടുവന്നിരുത്തുന്നു. വറഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ദർജകളാണ്. 1 തഖ്വ, 2 വറഅ, 3 സുഹദ്. തഖ്വ എന്ന് പറഞ്ഞാൽ ഹറാമുകളെ പൂർണ്ണമായി ഒഴിവാക്കുന്നവനാണ് തഖ്വ എന്ന് പറയുന്നത്. ഹറാമുകളെ പൂർണ്ണമായി ഒഴിവാക്കുന്നതിനാണ് തഖ്വ എന്ന് പറയുക. രണ്ടാമത്തേത് ശുബ്ഹത്തുകൾ, ഹലാലോ ഹറാമോ വ്യത്യാസം എന്താണെന്ന് വ്യക്തമാകാത്ത കാര്യങ്ങൾ, അതിൽ നിന്നും ഒഴിവാകുന്നതിനാണ് വറഅ എന്ന് പറയുന്നത്. മൂന്നാമത്തേത് സുഹദ്. സുഹദ് എന്ന് പറഞ്ഞാൽ പരലോകത്തേക്ക് ഉപകരിക്കുന്ന കാര്യങ്ങൾ മാത്രം, അതിൽ മാത്രം മുഴുകുന്നതിനാണ് സുഹദ് എന്ന് പറയുന്നത്.
അപ്പോ ഇബ്നു ഖുദാമ പറയാണ് വഅലൈക ബിൽ വറഅ വജ്തിനാബി ശുബ്ഹാത്ത്, നീ വറഉള്ളവനാകണം, ശുബ്ഹത്തുകളിൽ നിന്ന് അകന്നു നിൽക്കണം. പല കാര്യങ്ങളും നമുക്ക് സംശയം ഉണ്ടാക്കുന്നുണ്ടാവും. ഹലാലാണോ ഹറാമാണോ എന്ന് സംശയം ഉണ്ടാക്കുക, അതിൽ നിന്ന് ഒഴിവാക്കണം. ഫഇന്ന മൻ വാഖഅ ശുബ്ഹാത്ത് ഔശക അൻ യഖഅ ഫിൽ ഹറാം, ആരെങ്കിലും ശുബ്ഹത്തുകളിൽ പോയി ചാടിക്കഴിഞ്ഞാൽ അവൻ എത്രയും വളരെ വൈകാതെ തന്നെ ഹറാമിലും പോയി വീഴും. ശുബ്ഹത്തുകളിൽ പോയി ചാടിക്കഴിഞ്ഞാൽ ഹറാമിലും പോയി വീഴും. ഫഇൻ മൻ റതഅ ഹൗലൽ ഹിമാ ഔശക അൻ യഖഅ ഫീഹി, അതായത് എന്തിന്റെയെങ്കിലും ഒരു പരിധിയിൽ കൂടെയാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ, ഒരാൾ പോകുന്നതെങ്കിൽ അവൻ ആ പരിധി ലംഘിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഏത് ഹദീസാണ്? നമ്മൾ കേട്ടിട്ടുള്ള നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, അന്നൽ ഹലാല ബയ്യിനുൻ വഅന്നൽ ഹറാമ ബയ്യിനുൻ ഫബൈനഹുമാ മുശ്തബിഹാത്തുൻ എന്ന് തുടങ്ങുന്ന ഹദീസാണ് പറയുന്നത്. അഥവാ ശുബ്ഹത്തുകളായിട്ടുള്ള കാര്യങ്ങളെ ഒഴിവാക്കണം. ഹലാലും ഹറാമും വ്യക്തമായ ഹലാലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ഹറാമായത് ഒഴിവാക്കുക, ശുബ്ഹത്തുകളെയും ഒഴിവാക്കുക. മനസ്സിലാകുന്നില്ലെങ്കിൽ ഉലമാക്കളോട് ചോദിക്കുക, അതനുസരിച്ച് ജീവിതത്തിൽ പകർത്തുക. എന്നിട്ട് പറഞ്ഞു വഅലൈക ബില്ലൈൽ, നീ രാത്രിയെ ഉപയോഗപ്പെടുത്തുക. ഫഖ്ലു ഫീഹി ബിറബ്ബിക്, നീ നിന്റെ റബ്ബുമായിട്ട് ഒറ്റക്കാവുക. രാത്രിയിൽ നീ നിന്റെ റബ്ബുമായിട്ട് ഒറ്റക്കാവുക. വത്ലുബ് മിൻഹു ഹവായിജക്, ആ സമയത്ത് നിന്റെ റബ്ബിനോട് നിന്റെ ആവശ്യങ്ങൾ തേടുക. വതളറഅ ഇലൈഹി, അവന് മുമ്പിൽ താഴ്മ കാണിക്കുക. വഖ്ദഅ ബൈന യദൈക്, അവന്റെ മുമ്പിൽ ഖുദൂ കാണിക്കുക. ഫഇന്നഹു യുർവാ അന്ന റജുലൻ ഖാല, ഒരു റിവായത്തിൽ കാണാം, ഒരിക്കലൊരു വ്യക്തി അദ്ദേഹം പറയാണ് അതൈതു ബിശ്റൻ, ബിശ്ർ ഇബ്നു ഹാരിസ് സലഫുകൾപ്പെട്ട സാഹിദും ആബിദുമായിട്ടുള്ള വ്യക്തിയാണ്, അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. ഫഖാല, അപ്പോ ബിശ്ർ ചോദിച്ചു, മാ ജാഅ ബിക്, എന്താ നീ വന്നിട്ടുള്ളത്? ഖുൽതു, അപ്പൊ ആ വ്യക്തി പറഞ്ഞു, മസ്അലതൻ, ഒരു കാര്യം പറയാനാണ്. ഖാല മാ ഹിയ, അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താണ് കാര്യം? ഖുൽതു, ഞാൻ പറഞ്ഞു, റജുലുൻ അലൈഹി ദൈനുൻ കസീർ ലാ സബീല ലഹു ഇലാ ഖദാഹി, ഒരു വ്യക്തി, അവന് കുറെ കടങ്ങളുണ്ട്, കുറെ കടബാധ്യത ഉണ്ട്, അത് വീട്ടാൻ അവനൊരു മാർഗവുമില്ല. ഫഖാല, അപ്പോ ബിശ്ർ ബിൻ ഹാരിസ് പറഞ്ഞു, അലൈക ബിജൗഫിൽ ലൈൽ, നീ രാത്രിയുടെ മദ്യം അതിനെ ഉപയോഗപ്പെടുത്തുക. എന്നിട്ട് പറയാണ്, ഫഅതൈതു അബാ അബ്ദുല്ലാഹ് അഹ്മദ് ഇബ്നു ഹംബൽ, ഞാൻ അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അടുക്കലേക്ക് പോയി. ഫസഅൽതു, ഞാൻ ഇതേ ചോദ്യം ചോദിച്ചു. ഫഖാല അലൈക ബിജൗഫിൽ ലൈൽ, നീ രാത്രിയുടെ മദ്യം അത് നീ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. ഖാല ഫദല്ലാനി ജമീഅൻ അലൈഹി, അവരൊക്കെ അറിയിച്ചത് ഈ കാര്യമാണ്. അഥവാ ഒരു സലഫുകളുടെ ഏറ്റവും സാലിഹീങ്ങളായിട്ടുള്ള ആളുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് അവർ അള്ളാഹുമായിട്ട് ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കാനും അള്ളാഹുമായിട്ടുള്ള മുനാജാത്തിനും അത് ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട സമയം രാത്രിയുടെ മദ്യം, രാത്രിയുടെ 1/3 അവസാനത്തിലേക്ക് എത്തുന്ന ആ സമയത്താണ്. സഹാബികളും അതുപോലെ സലഫുകളും അവരുടെ ആവശ്യങ്ങൾ ആ സമയത്ത് അള്ളാഹുവിനോട് തേടാൻ പ്രത്യേകം ശ്രമിക്കുമായിരുന്നു. അതുപോലെ തന്നെ സലഫുകൾ രാത്രിയായാൽ സന്തോഷിക്കുമായിരുന്നു. അവർക്ക് അവരുടെ റബ്ബുമായിട്ട് ഒറ്റക്കാകാൻ പറ്റുന്ന ആ സമയത്തെ ആലോചിച്ച് അവർ സന്തോഷിക്കും. അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ എന്തും ഹലാലായിട്ടുള്ള എന്തൊരു കാര്യമാണെങ്കിലും അത് അള്ളാഹുവിനോട് ചോദിക്കാൻ ഏറ്റവും യോജിച്ചൊരു സമയം രാത്രിയിലാണ്. അത് നീ ഉപയോഗപ്പെടുത്തണം. ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറയാൻ, ആ സമയം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിൽ നീ ആകാൻ പാടില്ല. ആ സമയം ഉപയോഗപ്പെടുത്തുക. എന്നിട്ട് പറയാണ്, വഇദാ സഅൽതല്ലാഹ, നീ അല്ലാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ, ഫസ്അൽഹു വഅൻത മൂഖിനുൻ ബിഅന്നഹു മുത്തലിഉൻ അലൈക്, നീ ദൃഢതയോടുകൂടി യഖീനോടുകൂടി ചോദിക്കുക. അവൻ നിന്നെ നോക്കി കാണുന്നുണ്ട് എന്ന നിലക്ക്, നാദിറുൻ ഇലൈക്, നിന്നിലേക്ക് നോക്കുന്നുണ്ട്, നിന്റെ കാര്യങ്ങൾ അറിയുന്നുണ്ട് എന്ന നിലക്ക്, സാമിഉൻ ലിദുആഇക്, നിന്റെ ദുആ കേൾക്കുന്നവനാണ് എന്ന നിലക്ക്, ഖരീബും മിൻക്, നിന്നിലേക്ക് ഏറ്റവും അടുത്തവനാണ് എന്ന നിലക്ക്, ഖാദിറുൻ അലാ ഇജാബതിക്, നിനക്ക് ഉത്തരം ചെയ്യാൻ കഴിവുള്ളവനാണ് എന്ന നിലക്ക്, ലാ യതആളമഹു ഷൈഉൻ, അല്ലാഹുവിനെ മറികടക്കുന്ന ഒരു കാര്യമില്ല, അല്ലാഹുവിന് സാധിക്കാത്ത ഒരു കാര്യമില്ല. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെട്ടുള്ള കാര്യം അല്ലാഹുവിനോട് ചോദിക്കാനാണ്, അല്ലാഹുവിനോട് ദുആ ചെയ്യാനാണ്. പലപ്പോഴും ആളുകൾക്ക് അറിയുന്നില്ല എങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ അള്ളാഹുവിനോട് കാര്യങ്ങൾ ചോദിച്ച് എന്റെ കാര്യങ്ങൾ നിറവേറ്റേണ്ടത്, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള ബന്ധം നന്നാക്കി എന്റെ കാര്യങ്ങളെ നന്നാക്കേണ്ടത്. ആളുകൾക്ക് സബബുകളെ മാത്രമേ അറിയുള്ളൂ, അത് ഉപയോഗിക്കണം. പക്ഷേ അവൻ അള്ളാഹുമായിട്ടുള്ള ഈ ചോദ്യവും കാര്യങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിക്കലും അള്ളാഹുവിന്റെ സഹായം നേടലും ഇത് അറിഞ്ഞവർക്ക് മാത്രമേ അറിയുള്ളൂ. അറിയാത്തവരിന്നും അതിൽ നിന്ന് അകന്നു പോവുകയാണ്.
നമ്മുടെ ആവശ്യം എന്താവട്ടെ, നമ്മുടെ കച്ചവടമാണോ, കടബാധ്യതയാണോ, വിവാഹമാണോ, സന്താനങ്ങളാണോ, ദാരിദ്ര്യമാണോ, അല്ലെങ്കിൽ രോഗമാണോ, എന്താണോ നമ്മുടെ പ്രശ്നം, അത് അള്ളാഹുവിന്റെ കയ്യിലാണ് കാര്യങ്ങളുടെ നിയന്ത്രണം. അവൻ തീരുമാനിച്ചാൽ മാത്രമാണ് ലോകത്തെ ഏറ്റവും വലിയ വൈദ്യന്മാർക്കും ഏറ്റവും നല്ല ആശുപത്രികൾക്കും ഏറ്റവും നല്ല മരുന്നിനും നമ്മുടെ രോഗം ശിഫയാക്കാൻ പറ്റുള്ളൂ. അവൻ വിചാരിച്ചാൽ മാത്രമേ അവ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ശിഫയാക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കച്ചവടത്തിൽ ലാഭം വേണമെങ്കിൽ, അതിന് ബർക്കത്ത് ലഭിക്കണമെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കണം. നമുക്ക് വിവാഹം നടക്കണമെങ്കിൽ, സന്താനങ്ങൾ ഉണ്ടാവണമെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കണം. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിനോടല്ലാതെ ആരോട് നമുക്ക് ചോദിക്കാൻ സാധിക്കുക? അതുകൊണ്ട് അള്ളാഹുവിനോട് അള്ളാഹു കേൾക്കുന്നുണ്ട്, അള്ളാഹു ഉത്തരം ചെയ്യും, അള്ളാഹു അതിന് കഴിവുള്ളവനാണ് എന്ന ദൃഢബോധ്യത്തിൽ നീ അള്ളാഹുവിനോട് ചോദിക്കുക. എന്ന് പറയാണ്, വഇദാ സഅൽതഹു അംറൻ, നീ എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ ഫസ്അൽഹുൽ ഖൈറത ഫീഹി, അതിൽ ഖൈറിനെ ചോദിക്കുക. ദുആ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട ഒരു ശീലമാണ് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അതിൽ ഖൈറിനെ ചോദിക്കുക. അള്ളാഹു ഖൈറായത് ഖൈറാണെങ്കിൽ എന്ന നിലയ്ക്ക് ചോദിക്കുക. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സ്വൈദുൽ ഖാത്തിറിലെല്ലാം പറയുന്നത് കാണാം, എന്ത് കാര്യം അള്ളാഹുവിനോട് ചോദിക്കുമ്പോഴും അത് ഖൈറാണെങ്കിൽ എന്ന് ചോദിക്കുക. കാരണം ചിലപ്പോൾ ചില കാര്യങ്ങൾ ചോദിക്കും, ചിലപ്പോൾ അതായിരിക്കും നമുക്ക് ഏറ്റവും വലിയ ദോഷം ഉണ്ടാവുക, നമുക്കറിയില്ല. അതുകൊണ്ട് ഖൈറിനെ ചോദിക്കുക. ഫഇന്നക ലാ തദ്രി മാ യകൂനു ലക ഫീഹി, കാരണം നിനക്കറിയില്ല, നീ ചോദിക്കുന്ന കാര്യം കിട്ടിയാൽ നിനക്ക് ഖൈറാണോ ഷർറാണോ നിനക്കറിയില്ല. ഇപ്പൊ ചില ആളുകൾ, ഒരു ഉദാഹരണം പറയാം, കുട്ടികളില്ലാത്ത ആളുകൾ കുട്ടികൾ വേണമെന്ന് പ്രാർത്ഥിക്കും. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞാൽ അവൻ മനസ്സിലാവും ഈ കുട്ടീനെ കൊണ്ട് എന്തായി, അവന് വലിയ ഉപദ്രവമായിട്ട് മാറിയിട്ട് ഈ കുട്ടികളെ ഒന്ന് മരിച്ചിരുന്നെങ്കിൽ എന്നിവരെ ആഗ്രഹിച്ചു പോകുന്ന അവസ്ഥ. അപ്പോ ഖൈറായതിനെ ചോദിക്കാൻ ശീലിക്കണം. വഇദാ ശാ അല്ലാഹു തആല അഅതാക റഗ്ബതക വഖാറ ലക ഫീ ദാലിക്, ആ ഖൈറായത് ചോദിക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു നിനക്ക് നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടുകയും ചെയ്യും, അതിൽ ഖൈറായത് ലഭിക്കുകയും ചെയ്യും. ഫയജ്മഉ ലക ബൈനൽ അംറൈൻ, അപ്പൊ രണ്ടും കിട്ടും, ചോദിച്ച കാര്യം കിട്ടും, അതിൽ ഖൈറിനെയും കിട്ടും. ഫഇൻ ലം യുഅജ്ജിൽ ലകൽ ഇജാബത, ദുആവുമായി ബന്ധപ്പെട്ട ചില അദബുകളാണ്. നിനക്ക് പെട്ടെന്ന് ഉത്തരം ചെയ്യപ്പെടുന്നില്ല എങ്കിൽ ഫലാ തൈഅസ് മിനൽ ഇജാബ, അള്ളാഹു ഉത്തരം ചെയ്യുന്നില്ല എന്നുള്ള നിരാശ നിനക്ക് വേണ്ട. വലാ തമില്ല മിനസ് സുആൽ, നീ ചോദിക്കുന്നതിൽ ഒരു മടുപ്പ് നിനക്ക് ഉണ്ടാവണ്ട. ഫഖദ് റൂയ അന്ന ബഅദഹും, സലഫുകളിൽ ചിലർ ഖാല, അവർ പറയാറുണ്ട്, ലഖദ് ഖാറ അല്ലാഹു ലിഅബ്ദിൻ ഫീ ഹാജത്തിൻ അക്തറ ഫീഹാ തളറുഹി, ഒരു അടിമക്ക് അവന്റെ ആവശ്യം ചോദിക്കുമ്പോൾ അതിൽ ഖൈറായത് അള്ളാഹ് തെരഞ്ഞെടുക്കുന്നത് അവൻ കൂടുതൽ കൂടുതൽ അള്ളാഹുവിനോട് താഴ്മയോടുകൂടി വീണ്ടും വീണ്ടും ചോദിക്കുമ്പോഴാണ്. അഥവാ ഒരിക്കലും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിൽ പെട്ടെന്ന് ഉത്തരം കിട്ടിയില്ല എന്ന നിരാശ നമുക്ക് ഉണ്ടാവരുത്. കാരണം നമുക്കറിയില്ല എന്താണ് അള്ളാഹു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയില്ല. ചിലപ്പോൾ ഇന്ന് കിട്ടിയാൽ നമുക്ക് ദോഷമുണ്ടാകുന്ന ഒരു കാര്യം 5-10 വർഷങ്ങൾക്ക് ശേഷം പല കാരണങ്ങൾ കഴിഞ്ഞ് നമുക്ക് കിട്ടുമ്പോൾ ഖൈറായതായിരിക്കും. ആർക്കതറിയുള്ളൂ? 10 കൊല്ലം കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് അറിയുന്നവനെ അതറിയുള്ളൂ. അതാരാണ്? അള്ളാഹു തആലയാണ്. അപ്പൊ അള്ളാഹു തആല ഉത്തരം ചെയ്തില്ല എന്നതുകൊണ്ട് എന്താകേണ്ട, നമ്മൾ മടുപ്പ് തോന്നേണ്ട ആവശ്യമില്ല. വഅലം, നീ മനസ്സിലാക്കണം, അന്ന അല്ലാഹു തആല ഇദാ നദറ ഇലൈക വഅലിമ അന്നക ഖദ് ജഅൽതഹു മുഅ്തമിദക വമൽജഅക, അല്ലാഹു നിന്നിലേക്ക് നോക്കുകയും അങ്ങനെ അല്ലാഹു മനസ്സിലാക്കുകയാണ് അല്ലാഹുവിനെയാണ് നീ പൂർണ്ണമായി ആശ്രയിക്കുന്നത്, അല്ലാഹുവാണ് നിന്റെ പൂർണ്ണമായ അഭയം. വഅഫ്റദ്തഹു ബിഹവായിജിക ദൂന ഖൽഖിഹി, മറ്റൊരു സൃഷ്ടിയുടെ ആവശ്യമില്ലാതെ അല്ല മാത്രം മതി എന്ന് നീ തെരഞ്ഞെടുത്തിട്ടുണ്ട്, നീ ആക്കിയിട്ടുണ്ട് എങ്കിൽ അഅതാക അഫ്ളല മാ സഅൽതഹു, നീ ചോദിച്ചതിനേക്കാൾ ഉത്തമമായത് അല്ലാഹു നിനക്ക് നൽകും. വഅക്രമക ബിഅക്തരി മിമ്മാ അറദ്തഹു, നീ ഉദ്ദേശിച്ചതിനേക്കാൾ ഉത്തമം ധാരാളം നൽകിക്കൊണ്ട് നിന്നെ അവൻ ആദരിക്കും. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മനസ്സിലാക്കുകയാണ്, നമുക്ക് അല്ല മതി, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും അല്ല മതി, അള്ളാഹുവിനെയാണ് ഞാൻ ആശ്രയിക്കുന്നത് എന്ന് നിങ്ങളിൽ നിന്ന് അള്ളാഹു മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു നിങ്ങൾക്ക് പകരം നൽകും. സലഫുകൾ പറയാറുള്ളത് പോലെ മാഷാ അല്ലാഹ് മൻ കാന ലില്ലാഹി കമാ യുരീദ് കാന അല്ലാഹു ലഹു ഫൗഖ മാ യുരീദ്, ആരാണോ അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ അള്ളാഹുവിന് വേണ്ടി ആകുന്നത് അവൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ മുകളിലായിക്കൊണ്ട് അവൻ അള്ളാഹു ഉണ്ടാവും. അവന്റെ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് നൽകും. നീ മനസ്സിലാക്കണം, ഇന്ന് അള്ളാഹുവിനെ പറ്റി പറയുമ്പോ ആളുകൾക്ക് ഇതുപോലെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. മുൻഗാമികൾ നോക്കൂ, എന്ത് മനോഹരമായിട്ടാണ് അത് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്.
സലഫുകൾ അള്ളാഹുവിനെ പറ്റി സംസാരിക്കുമ്പോൾ എത്രത്തോളം അള്ളാഹുവിനെ ആശ്രയിച്ചും അള്ളാഹുവിനെ വരമേൽപ്പിച്ചും എങ്ങനെയായിരിക്കണം നമ്മൾ അള്ളാഹുവിനോടുള്ള അദബ് എങ്ങനെയായിരിക്കണം, അള്ളാഹുവിനോടുള്ള ഹയാ എങ്ങനെയായിരിക്കണം, അള്ളാഹുവിനെ കുറിച്ചുള്ള ബൻ എങ്ങനെയായിരിക്കണം, ഇതെല്ലാം അവർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് പറയാണ് ഫൈൻ അജ്ജല ലകൽ ഇജാബ ഫഖദ് ജമഅ ലക ബൈന ഖദാഇൽ ഹാജതി വഖൈറ ദുനിയ ബൈന ഖദാഇൽ ഹാജതി വഖൈരി ദുനിയ വൽ ആഖിറ. നീ ചോദിക്കുന്ന കാര്യം പെട്ടെന്ന് തന്നെ അള്ളാഹു നിനക്ക് നൽകുന്നുണ്ട് എങ്കിൽ നിനക്കതാ നിന്റെ ആവശ്യവും പൂർത്തീകരിച്ചു, ദുനിയാവിലെയും പരലോകത്തിലെയും ഖൈറും ലഭിച്ചു. വഇല്ലം യുജിബ്ക ആജിലൻ, നീ പെട്ടെന്ന് നിനക്ക് ഉത്തരം കിട്ടുന്നില്ല, അഥവാ ദുനിയാവിൽ നിനക്ക് ഉത്തരം കിട്ടുന്നില്ല, നീ ചോദിച്ച കാര്യം കിട്ടിയിട്ടില്ല എങ്കിൽ ഫഖദ് അവ്വലക അൻ ദാലിക ഖൈറൻ മിൻഹു, തീർച്ച അതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു നിനക്ക് പകരം വെച്ചിട്ടുണ്ട്. ഒന്നുകിൽ ദുനിയാവിൽ ഉണ്ടാകും, അല്ലെങ്കിൽ പരലോകത്ത് അതിനേക്കാൾ ഉത്തമമായതുണ്ടാകും. ഫഅൻത അലാ ഖൈറിൻ ഫിൽ ഹാലൈൻ, ഏതവസ്ഥയിലാണെങ്കിലും നീ എന്താണ്? ഖൈറിലാണ്. അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമാണ് സഹോദരങ്ങളെ ബൈനൽ ഹുസ്നയൈൻ എന്നുള്ളൊരു അവസ്ഥ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. രണ്ട് ഖൈറുകളിൽ ഒന്ന് എന്ന അവസ്ഥ ഉണ്ടാവുകയുള്ളൂ. ഒന്നുകിൽ ദുനിയാവിൽ അല്ലെങ്കിൽ പരലോകത്ത്, ഒന്നുകിൽ പെട്ടെന്ന് അല്ലെങ്കിൽ കുറച്ച് വൈകിട്ട്. എന്തായിരുന്നാലും അള്ളാഹുവിനോട് സിദ്ഖും ഇഖ്ലാസും ഉണ്ടോ, ഖൈറല്ലാത്ത ഒന്നും നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല, നമുക്കൊരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗങ്ങൾ അള്ളാഹുമായിട്ടുള്ള മുനാജാത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതുപോലെയുള്ള ചില കാര്യങ്ങളാണ്. അത് നമുക്ക് അടുത്ത ദർസിൽ നോക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെയുള്ള വസീയത്തുകൾ കേൾക്കാനും അത് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ. أقول قولي هذا أستغفر الله لي ولكم واستغفروا إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين. الحمد لله رب العالمين.